റോമർക്കെഴുതിയ ലേഖനം 8:17 നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നാം ദൈവമക്കളാണോ? എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടോ? ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. എന്നാൽ അതേ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവമക്കളെന്നും കാണാം. നാം പൂർണ്ണമായും ദൈവേഷ്ടം ചെയ്യുന്നവരാണോ? എല്ലാറ്റിലും അത് ഉറപ്പു പറയാൻ നാം ആരും യോഗ്യരല്ല. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണമായതിനാലല്ല ദൈവം നമ്മെ അംഗീകരിച്ചത്, യേശുവിലെ വിശ്വാസത്താലാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ദൈവമക്കളുടെ മറ്റൊരു സവിശേഷത പറയുന്നു. അത് നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാണ്. ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവാത്മാവ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നു. ആകയാൽ നാം ദൈവമക്കളാണ്. നാം മക്കളാകൊണ്ട് യേശുക്രിസ്തുവിലുള്ള സകല അനുഗ്രഹങ്ങൾക്കും അവകാശികളാണ്. അഥവാ പുത്രനായ ക്രിസ്തുവിനോട് കൂടെ മക്കളായ നാം കൂട്ടവകാശികളാണ്. യേശുവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടേതാണ്. ഈ വാഗ്ദത്തത്തിനായി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ അപ്പോസ്തലൻ മറ്റൊരു കാര്യം പറയുന്നത് മറക്കരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്കും നാം കൂട്ടവകാശികളാണ്. യേശു ക്രിസ്തു നമുക്കായി കഷ്ടം സഹിച്ചെങ്കിൽ നാം ക്രിസ്തു നിമിത്തം വരുന്ന കഷ്ടങ്ങളെ സഹിക്കണം. അത് നമ്മുടെ അവകാശമാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഉചിതം. അങ്ങനെ കഷ്ടമനുഭവിക്കുന്നെങ്കിൽ നാം യേശുവിൻ്റെ തേജസ്സിനും കൂട്ടാളികളാണ്. യേശു തേജസ്സിൽ ഉയർത്ത പോലെ നമുക്കും ഒരു തേജസ്സിൻ്റെ ഉയർപ്പുണ്ടാകും. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നാം പങ്കാളികളാകും തോറും നമ്മുടെ തേജസ്സും വർദ്ധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.